ദശകം 97 ഉത്തമഭക്തി പ്രാർത്ഥനയും മാർക്കണ്ഡേയ കഥയും. ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള യോഗം. ഭഗവത് പ്രാപ്തിക്ക് അനേകം മാർഗങ്ങളുണ്ട്. അതിൽ ബുദ്ധിമുട്ട് കൂടാതെ ആനന്ദത്തോടുകൂടി നമുക്ക് സഞ്ചരിക്കാവുന്ന പാതയാണ് ഭക്തിയുടെ പാത. പക്ഷെ അവിടെയും ഈ മായയുടെ ത്രിഗുണങ്ങൾ നമ്മളെ ബാധിക്കും. ആ ത്രിഗുണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതെങ്ങനെ ആ ത്രിഗുണങ്ങളുടെ ശക്തിയെ നമുക്ക് ജയിക്കാൻ സാധിക്കും? അതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 1. ത്രൈഗുണ്യാത് ഭിന്നരൂപം ഭവതി ഭുവനേ. ഈ 3 ഗുണങ്ങൾ, ത്രൈഗുണ്യം, സത്വഗുണം, രജഗുണം, തമോ ഗുണം, ആ 3 ഗുണം കൊണ്ട് ഈ ലോകത്തിൽ സകലതും ഭിന്നരൂപം. പുറമേയുള്ള രൂപം തന്നെ വ്യത്യാസമാണ്, പിന്നെ ഉള്ളിലത്തെ ചോദിക്കുകയും വേണ്ട. അങ്ങനെ ജനങ്ങളും വസ്തുക്കളും എല്ലാം ഹീന മധ്യോത്തമം. എവിടെ തമോ ഗുണം അധികമുണ്ടോ അത് ഹീനം, എവിടെ രജോ ഗുണം അധികമുണ്ടോ അത് മധ്യമം, എവിടെ സത്വഗുണം അധികമുണ്ടോ അത് ഉത്തമം. ഇത് മനസ്സിലാക്കി തമോ ഗുണത്തിനെയും രജോ ഗുണത്തിനെയും കഴിയുന്നത്ര ചുരുക്കാൻ ശ്രമിക്കുക. മുഴുവൻ സാധ്യമല്ല. ചിന്മയാനന്ദ സ്വാമി എപ്പോഴും പറയും, ഗീതാജ്ഞാനയജ്ഞത്തിൽ പറയുന്നതാണ്, 5% തമോടെ ഇരുന്നോട്ടെ, ഉറങ്ങണ്ടേ. 10% രജഗുണം ഇരിക്കട്ടെ, കർമ്മം ചെയ്യണ്ടേ. ബാക്കി 85% സത്വഗുണമാക്കി മാറ്റി എടുക്കണം. ഏതെല്ലാം മാർഗങ്ങൾ സത്വഗുണം നേടാനുണ്ടോ ആ മാർഗങ്ങളിലൂടെ ഏറ്റവും ലളിതമായ മാർഗം നാമജപം തന്നെ. ഒന്നിനെയും ആശ്രയിക്കാതെ, ദേശത്തിനെയും കാലത്തിനെയും സ്ഥലത്തിനെയും ഒന്നും നോക്കാതെ കണ്ട് എപ്പോഴും ചെയ്യാവുന്ന ഒന്നാണ് നാമജപം. പിന്നെ ക്ഷേത്രദർശനം, സ്വാധ്യായം, സത്സംഗം, തീർത്ഥാടനം മുതലായതല്ല. അപ്പോൾ എത്രത്തോളം സത്വഗുണം വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ അതിനുവേണ്ടി ശ്രമിച്ച് ആ ഉത്തമമായ ഗുണത്തിനെ നമ്മൾ നേടണം. ഏതെല്ലാം വസ്തുക്കൾ ഇവിടെയുണ്ടോ, ഏതിലെല്ലാം നമ്മുടെ മനസ്സ് വ്യാപരിക്കുന്നുണ്ടോ അതെല്ലാം ഈ 3 ഗുണങ്ങളോട് കൂടിയാണ്. അതിൽ കുറച്ച് ഉദാഹരണങ്ങൾ തരാം എന്ന് പറഞ്ഞിട്ടാണ് യജ്ഞാനം ശ്രദ്ധാജകർത്ത വസതിരവിസുഖം കർമ്മചാഹാര ഭേദാഹ. എല്ലാം ഭേദം, വ്യത്യസ്തം. ഇതിനെ വരാൻ പോയത്, ഇത് കയറാൻ പാടില്ല എന്ന് പറഞ്ഞാലേ, കയറാൻ പാടില്ല എന്ന് പറഞ്ഞാലേ ജ്ഞാനത്തിലും നമ്മുടെ പല കർമ്മങ്ങൾ ചെയ്യുന്ന ആ ശ്രദ്ധയിലും ചെയ്യുന്ന കർത്താവിലും താമസിക്കുന്ന വസതിയിലും അനുഭവിക്കുന്ന സുഖത്തിലും ചെയ്യുന്ന കർമ്മത്തിലും കഴിക്കുന്ന ആഹാരത്തിലും സകലത്തിലും ഈ 3 ഗുണങ്ങളുണ്ട്.
അത് മനസ്സിലാക്കി രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയും കഴിയുന്നത്ര ചുരുക്കാൻ ഭക്തന്മാർ ശ്രമിക്കണം. നമ്മുടെ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരം. അത് സാത്വികന്മാർക്കേ സാധിക്കൂ, രജസ്തമോ ഗുണികൾക്ക് സാധ്യമല്ല. അപ്പോൾ സാത്വികന്മാരായിട്ടുള്ള ആൾക്കാർ ഈ 6 പ്രത്യേകിച്ച് എല്ലാറ്റിലും ഉണ്ട്, എങ്കിലും ഇത് 6 പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ്. ജ്ഞാനം എടുത്താൽ സത്വഗുണിക്ക് എല്ലാ ഭൂതങ്ങളിലും ഒരേ ആത്മാവാണ്, ഒരേ ആത്മാവ്. രജോഗുണിക്ക് ഓരോരുത്തരിലുള്ള ആത്മാവ് വ്യത്യസ്തമാണ്, ഭിന്നമാണ്. തമോ ഗുണിക്ക് എന്താ ആത്മാവെന്നേ അറിയില്ല. ആത്മാവ് അങ്ങനെ ഒന്നുണ്ടോ? കണ്ടിട്ടില്ലല്ലോ. ശിശുക്കളെ പോലെയാണ് തമോ ഗുണി. അപ്പോൾ എല്ലാ വസ്തുക്കളിലും എല്ലാ ജന്തുക്കളിലും ഈ ആത്മാവിനെ ദർശിക്കാൻ സാധിക്കണം. ആത്മാവ് ഒന്നേ ഉള്ളൂ, അത് ഉപനിഷത്ത് പറയുന്നതാണ്. ഉപനിഷത്ത് പറയുന്നതാണ് പരമമായ ശാസ്ത്രം. അതാണ് നമ്മുടെ വേദം. സർവം ഖലിതം ബ്രഹ്മ. ഇവിടെ എന്തൊക്കെയുണ്ടോ അത് ആ ബ്രഹ്മം മാത്രമാണ്. ബ്രഹ്മം എന്ന് പറയുന്നത് ആത്മാവ് തന്നെ. നമ്മളെപ്പോഴും പറയാറുള്ളത് ഭാഗവത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. ഇതിന് പല പേരുകളിൽ ആചാര്യന്മാർ പറയുന്നു. ചിലവർ ബ്രഹ്മം എന്ന് പറയും. എന്തുകൊണ്ട് ബ്രഹ്മം എന്ന് പറഞ്ഞു? ബൃഹത്വാദ് ബ്രഹ്മ, ഏറ്റവും വലുത്. ഇതിൻ്റെ അപ്പുറം വലുതായിട്ടൊന്നില്ല. അത് മാത്രമാണോ? അല്ല. ബൃംഹണത്വാച്ച ബ്രഹ്മ, എല്ലാറ്റിലും വ്യാപിച്ച് നിൽക്കുന്നത്, സകലതിൻ്റെയും ഉള്ളിലും പുറത്തും വ്യാപിച്ച് നിൽക്കുന്ന തത്വമാണ് ആത്മാവ്, പരമാത്മാവ്, ഭഗവാൻ, ബ്രഹ്മം എന്നൊക്കെ പറയുന്ന ആ ചൈതന്യം. അതൊരു ചൈതന്യമാണ്. ആരും കണ്ടിട്ടില്ല, കാണാൻ സാധ്യവുമല്ല. എന്തുകൊണ്ട്? അനുഭവൈകവേദ്യം. അനുഭവം ഒന്നുകൊണ്ട് മാത്രം അറിയപ്പെടാവുന്നതാണ്. അപ്പോൾ സാത്വികമായ ജ്ഞാനം നേടാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. ആധ്യാത്മിക വിഷയത്തിൽ ശ്രമിക്കണം. എല്ലാ ഭൂതങ്ങളിലും ഒരേ ആത്മാവാണ് എന്നുള്ളതായ ചിന്ത. ശങ്കരാചാര്യ സ്വാമികൾക്ക് പോലും അത് മറന്നുപോയി എന്നാണ് പറയുന്നത്. കാശിയിൽ കാശി വിശ്വനാഥനെ തൊഴാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഒരു ചണ്ടാളൻ 4 നായയും പിടിച്ചുകൊണ്ട് വരുന്നത്. ഗച്ഛ ഗച്ഛ, മാറിപ്പോ മാറിപ്പോ. ആരാ മാറേണ്ടത്? ഈ ശരീരം, ജഡമായ ഈ ശരീരമാണോ മാറേണ്ടത്? അതോ അതിനെ ചൈതന്യവത്താക്കി ഈ വിധത്തിൽ പല കർമ്മങ്ങളും ചെയ്യിക്കുന്ന ആത്മാവാണോ മാറേണ്ടത്? അതെനിക്കും എന്നിലും അങ്ങയിലും ഒന്ന് തന്നെയല്ലേ? അപ്പോഴാണ് നമസ്കരിച്ചു എന്ന് പറയും. ആരായിരുന്നത്? ശിവൻ തന്നെ. ശിവൻ ആ 4 നായ്ക്കൾ, 4 വേദങ്ങൾ. അപ്പോൾ എല്ലാ ഭൂതങ്ങളിലും ഒരാത്മാവാണ് എന്ന് നമുക്ക് വീണ്ടും വീണ്ടും മറന്നുപോകും, വീണ്ടും വീണ്ടും പിടിച്ചു കൊണ്ടുവരണം, വീണ്ടും വീണ്ടും മറക്കും. അതാണ്. അങ്ങനെ ജ്ഞാനം, സാത്വികമായ ജ്ഞാനം നേടണം. ഈ ശ്രദ്ധ, മനസ്സ് പൂർണ്ണമായും ആ വിഷയത്തിൽ പതിയുന്നതാണ് ശ്രദ്ധ. സാത്വികമായിട്ടുള്ള ശ്രദ്ധ അധ്യാത്മജ്ഞാനത്തിലുള്ളതായ ശ്രദ്ധയാണ്, ആധ്യാത്മിക വിഷയങ്ങളിലുള്ള ശ്രദ്ധയാണ്.
അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ് ആ ഭഗവാന്റെ നാമം ജപിക്കൽ. ഭഗവാന് എന്തെല്ലാം സമർപ്പിക്കാമോ അത് സമർപ്പിച്ച് അവിടുന്ന് കിട്ടുന്നതായ പ്രസാദത്തിനെ അനുഭവിക്കൽ. ആ ആത്മാവിനെക്കുറിച്ചുള്ളതായ സത്സംഗങ്ങൾ എത്രത്തോളം കേൾക്കാമോ കേൾക്കുക, എത്രത്തോളം നമുക്ക് പറയാമോ അത് പറയുക. അങ്ങനെ നിരന്തരം ആ ആധ്യാത്മിക കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവണം. രജോഗുണിക്ക് അതില്ല. പക്ഷെ അവൻ ധർമ്മമാർഗത്തിൽ ശ്രദ്ധയുള്ള ആളാണ്, ധർമ്മ വിഷയത്തിൽ ശ്രദ്ധയുള്ള ആളാണ്, ധർമാർത്ഥകാമ മോക്ഷങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ആളാണ്. നല്ലത് തന്നെ. പക്ഷേ അവൻ്റെ മനസ്സെപ്പോഴും പതറിക്കൊണ്ടിരിക്കും. അതാണ് രജോ ഗുണിയടിക്ക് ഉള്ളത്. ധർമ്മകാര്യങ്ങൾ ഏതെല്ലാം ധർമ്മം ഏതധർമ്മം വേർതിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു സ്ഥലത്ത് ധർമ്മമായത് വേറെ സ്ഥലത്ത് അധർമ്മമാവും. ഒരു കാര്യത്തിൽ ധർമ്മമായത് വേറൊരു കാര്യത്തിൽ അധർമ്മമാവും. അപ്പോൾ ധർമ്മകാര്യത്തിൽ അദ്ദേഹത്തിന് ശ്രദ്ധയുള്ളത് നല്ലത് തന്നെ. പക്ഷേ മനസ്സൊരിക്കലും ശാന്തമല്ല, ചഞ്ചലമാണ് രജോ ഗുണിക്ക്. മറ്റേയാൾക്കോ അധർമ്മത്തിലാണ് ശ്രദ്ധ. എന്തൊക്കെ വേദവും ചെയ്യരുത് എന്ന് പറയുന്നുവോ ആ അധർമ്മത്തിൽ ശ്രദ്ധയുള്ളവനാണ് തമോ ഗുണി. അപ്പോൾ അവിടെയും കഴിയുന്നത്ര ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ചുള്ളതായ ജ്ഞാനം നേടി ആ ജ്ഞാനത്തിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് ആ ജ്ഞാനത്തിലുള്ളതായ സത്സംഗാദികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇനി ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? കർത്താവ്. ഒരാളുണ്ടല്ലോ അവിടെ, കർമ്മം ചെയ്യാനായിട്ടുള്ള ഒരാൾ, കർത്താവ്. അയാളെങ്ങനെയുള്ള ആളാണ്? സാത്വികനായ കർത്താവ് വൈരാഗ്യം വന്ന ആളായിരിക്കും. അയാൾക്കൊന്നിലും പ്രത്യേകിച്ച് താല്പര്യമില്ല. ഒരേ ഒരു താല്പര്യം ആ ഭഗവാനെ പ്രാപിക്കണം. വിരക്തനാണ് അയാൾ. സന്യാസി ആയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. വിരക്തനായിട്ടുള്ള ആൾ സാത്വികനായ കർത്താവ്. രജോ ഗുണി എന്തെന്നില്ലാത്ത രാഗം, ആസക്തിയോട് കൂടിയവനാണ് എല്ലാ കാര്യത്തിലും. എന്തെന്ത് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുവോ അതിലൊക്കെ രാഗമുള്ള രാഗി എന്ന് പറയും. രാഗത്തോട് കൂടിയവനാണ്. തമോ ഗുണിക്ക് പിന്നെ ഒന്നും അറിയില്ല, എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല, അജ്ഞാനിയാണ്. അപ്പം ആ ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കാനേ പാടില്ല. തമോ ഗുണികളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാനേ പാടില്ല. ഒന്നിലും രാഗമുണ്ടാവാനും പാടില്ല, രജഗുണവും പാടില്ല. കഴിയുന്നത്ര വിഷയങ്ങളിൽ വൈരാഗ്യം നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. ഏതെല്ലാം വിഷയങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുവോ ആ വിഷയങ്ങളിലൊക്കെ വിരക്തി നേടണം. അയാളാണ് സാത്വിക കർത്താവ്. ഇനി താമസിക്കുന്ന സ്ഥലം, വസതി. ജ്ഞാനം ശ്രദ്ധ ജകർത്ത വസതി. എവിടെ താമസിക്കുന്നു ആ സ്ഥാനമാണ് നോക്കേണ്ടത്. സാത്വികി അരണ്യത്തിൽ താമസിക്കുന്നു എന്നാണ് ഭാഗവതം പറയുന്നത്. അരണ്യം, കാട്. കാട്ടിലേക്ക് പോകണമെന്ന് നിർബന്ധമില്ല. പണ്ടുള്ളവർ പോയിരുന്നു, അത് നിർബന്ധമില്ല. എന്താ അവിടെ അരണ്യത്തിൻ്റെ അർത്ഥം എന്താണ്? ഒഴിഞ്ഞ സ്ഥലം, വിവിക്തദേശ സേവിത്വം, അരതിരജന സംസതി. കഴിയുന്നത്ര ഒഴിഞ്ഞ സ്ഥലത്തിരുന്ന്
മനസ്സ് പൂർണ്ണമായിട്ട് ഭഗവാനിൽ അർപ്പിച്ച് ഇരിക്കാൻ സാധിക്കണം. അതാണ് അരണ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം ജനസമൂഹത്തിൽ നിന്ന് മാറിയിരുന്ന് ഈ തത്വത്തെ കുറിച്ച് ഉള്ള ജ്ഞാനം നേടാനും ധ്യാനിക്കാനും സാധിക്കുമോ ചെയ്യണം. രണ്ടും വേണം. എത്രത്തോളം ആ ജ്ഞാനത്തിന് ഏതെങ്കിലും ഒരു ശാസ്ത്രം ആശ്രയിച്ചാൽ മതി, രാമായണം മതി, വേറെ ഒന്നും വേണ്ട. ഏതെങ്കിലും ഒരു ശാസ്ത്രത്തിനെ ആശ്രയിച്ചിട്ട് ഈ തത്വത്തിനെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് ആ അനുഭവത്തിൽ, ബ്രഹ്മാനുഭവത്തിൽ എത്താൻ വേണ്ടി ധ്യാനം പ്രയത്നിക്കുക. രണ്ടും വേണം. അതിനാണ് അരണ്യം എന്ന് പറഞ്ഞത്. അപ്പോൾ പണ്ടുള്ളവർ അരണ്യത്തിലേക്ക് പോയിരുന്നു. രാജാക്കന്മാരൊക്കെ അങ്ങനെ തന്നെയാണ്. പൃഥ്വിചക്രവർത്തി, ഋഷഭദേവൻ, അവരൊക്കെ എല്ലാം വെടിഞ്ഞ് പോകുന്നു. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ഇതാണ്, വിവിക്തദേശ സേവിത്വം. അധികം ആൾക്കാരില്ലാതെ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാനും ധ്യാനിക്കാനും ഉള്ളതായ ഒരു സ്ഥലം. അത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഒരുക്കണം. അതാണ്. അതും ഭഗവാന്റെ അനുഗ്രഹം വേണം. നമ്മൾ വിചാരിച്ചാൽ മതി പോരല്ലോ. അതാണ്. രജോ ഗുണി ഒന്നിച്ച് താമസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അതിന് ഭാഗവത്തിൽ ഗ്രാമം എന്നാണ് പറയുന്നത്. ആ ഗ്രാമം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്രാമമല്ല, ഒന്നിച്ചു വസിക്കുന്നതാണ്. അതാണ് സമൂഹം. സമൂഹത്തിൽ ഒന്നിച്ചു വസിച്ചാലുള്ള ദോഷം എന്താണ്? പല കാര്യങ്ങളെക്കുറിച്ച് പറയും. ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കാനേ സാധിച്ചു എന്ന് വരില്ല. എന്തുകൊണ്ട്? ആൾക്കാർക്ക് പറയാനുള്ളത് വിഷയങ്ങളെക്കുറിച്ച് മാത്രമാണ്. ആ വിഷയങ്ങൾ നമ്മളെ ഒരിക്കലും ഭഗവാനിൽ എത്തിക്കുന്നതല്ല. അപ്പോൾ രജോഗുണി ഗ്രാമം, ആൾക്കാർ തിങ്ങി വസിക്കുന്നതായ സ്ഥലം. താമസിയുടെ തമോ ഗുണിയുടെ കാര്യം പറയേ വേണ്ട. അവൻ ചൂത് കളിക്കുന്ന സ്ഥലത്ത് തമോ ഗുണ പ്രധാനമായ കാര്യങ്ങളിലേക്ക് അവൻ്റെ മനസ്സ് പോകുന്നു. വേശ്യാസംഗമാദി കാര്യങ്ങളിലേക്കൊക്കെ മനസ്സ് പോകും. ഇനി സുഖം ആണ് പറഞ്ഞിരിക്കുന്നത്. സുഖം എന്ന് പറയുന്നത് അല്പം പോലും ദുഃഖമില്ലാത്ത സുഖമാണ്. അത് ബ്രഹ്മാനന്ദത്തിൽ മാത്രമേ കിട്ടൂ. നമുക്കൊക്കെ വിഷയങ്ങളിൽ നിന്ന് സുഖം കിട്ടുന്നുണ്ട്. പക്ഷെ ആ വിഷയങ്ങൾ തന്നെ പിന്നീട് ദുഃഖത്തെ പ്രദാനം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ സുഖം എന്ന് പറഞ്ഞിരിക്കുന്നത് ആത്മാനന്ദമാണ്, ബ്രഹ്മാനന്ദമാണ്. അത് സാത്വികനായിട്ടുള്ള ആളാണ്. അയാൾ നിരന്തരം ആത്മാനുഭവം നേടാൻ ശ്രമിക്കുന്നു. ആരൊക്കെയായിട്ട് ബന്ധപ്പെടുന്നു അവരെയൊക്കെ ആത്മാവായി കണ്ട് ആ അനുഭവം നേടാൻ ശ്രമിക്കുന്നു. യാതൊരുവിധ ഭേദബുദ്ധിയുമില്ലാതെ അഭേദഭാവനയോടുകൂടി അവർ ജീവിതത്തിനെ ധന്യമാക്കുന്നു. എന്നാൽ രജോഗുണിയോ വിഷയങ്ങൾ, എത്രത്തോളം സുഖം കിട്ടുന്ന വിഷയങ്ങളുടെ പിന്നാലെ പോകുന്നു. ആ വിഷയങ്ങളെല്ലാം പിന്നീട് ദുഃഖത്തിന് കാരണമായും ഭവിക്കുന്നു. തമോ ഗുണിയോ നിദ്രയിലേക്ക് നയിക്കുന്നതായ വിഷയങ്ങളാണ്, മദ്യം മുതലായത്. അപ്പോൾ എല്ലാറ്റിലും ആത്മാവിനെ ദർശിച്ച് ദുഃഖലേശമില്ലാത്തതായ സുഖത്തിന്, ബ്രഹ്മാനന്ദത്തിന് നേടാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് സത്വഗുണികൾ. കർമ്മം ഏത് കർമ്മം ചെയ്താലും വിരോധമില്ല. അത് ഈശ്വരനെ അർപ്പിച്ച് ചെയ്യണം.
വ്യാധൻ്റെ കഥ അറിയാമല്ലോ. അദ്ദേഹം മൃഗങ്ങളെ കാട്ടിൽ പോയി കൊന്നുകൊണ്ടുവന്ന് അതിനെ വെട്ടി ഇറച്ചി വിൽക്കുന്ന ആളാണ്. പക്ഷേ വീട്ടിൽ വന്നാലോ ഈ ആത്മാനുഭവമാണ് നേടുന്നത്. അപ്പോൾ ഏത് കർമ്മം ചെയ്യുന്നു എന്നല്ല, ചെയ്യുന്ന കർമ്മം ഭഗവാൻ അർപ്പിക്കൂ. എന്നാലും മൃഗത്തിനെ കൊന്നുകൊണ്ടുവന്ന് അതിനെ വെട്ടി വിൽക്കുന്നത് തെറ്റല്ലേ? അത് കുലത്തൊഴിലായി പോയി. അതാ ഭാഗവത്തിൽ എടുത്തു പറയുന്നുണ്ട്. അത് കുലത്തൊഴിലാണ്. അപ്പോൾ മാറ്റണമെന്നില്ല. നിരന്തരം ഭഗവാൻ ചിന്തയുണ്ടായാൽ മതി. ചെയ്യുന്ന കർമ്മം എന്തോ അത് ഭഗവാനെ അർപ്പിച്ച് ചെയ്യുക. ഭഗവാൻ ഒരു ശ്ലോകത്തിൽ അത് വ്യക്തമായിട്ട് ഗീതയിൽ പറയുന്നു. എന്തെന്ത് ചെയ്യുന്നു? യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത്കുരുഷ്വമതർപ്പണം. യത് കരോഷി എല്ലാം പെട്ടു. എന്നാലും ചിലപ്പോൾ സംശയം വരുമെന്ന് പറഞ്ഞിട്ടാണ് ബാക്കിയൊക്കെ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണോ അത് ഭഗവാൻ അർപ്പിക്കും. എന്ത് ചെയ്യുന്നാലും. ഛാന്തോക്യ ഉപനിഷത്ത് പറയണു, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം പോലും ഭഗവാൻ അർപ്പിക്കും. ഉപനിഷത്ത് പറയുന്നതാണ്. അപ്പോൾ സകല കർമ്മങ്ങളും ഈശ്വരനെ അർപ്പിച്ചു വേണം. കഴിക്കുന്നത് യദശ്നാതി, അവനെ പൂജിക്കുന്നത് യജ്ജുഹോഷി, ദാനം ചെയ്യുന്നത് ദദാസിയത്, ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടി തപസ് ചെയ്യുന്നത് യത് തപസ്യസി തത് കുരുഷ്വ മതർപ്പണം. എന്താണ് ചെയ്യണത് അതെനിക്ക് അർപ്പിക്കൂ. കർമ്മം എന്താണെന്ന് നോക്കണ്ട, ഭഗവാൻ അർപ്പിച്ച് ചെയ്യും. അപ്പം അതിൻ്റെ ദോഷം പോയി. അപ്പോൾ സാത്വികി സകല കർമ്മങ്ങളും ഈശ്വരാർപ്പണമാക്കുന്നു. ആഹാരം കഴിക്കുമ്പോൾ പോലും ആ ആഹാരത്തിനെ ഗംഗാജലം കൊണ്ട് പരിശുദ്ധമാക്കി, പ്രോക്ഷണം ചെയ്ത് പരിശുദ്ധമാക്കി ഭഗവാനെ അർപ്പിക്കണം. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നവോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മസമാധിന. ആ ആഹാരം പരിശുദ്ധമായി, ആ കർമ്മം ബ്രഹ്മകർമ്മമായി. എല്ലാം ആ വിധത്തിൽ ബ്രഹ്മകർമ്മമായി തീരുന്ന ആള് ആ സമാധിയിൽ, ബ്രഹ്മസമാധിയിൽ എത്തിച്ചേരുന്നു. ആ ആനന്ദം അയാൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. രാജസി, രജോഗുണി, കാമ്യകർമ്മങ്ങളാണ് എല്ലാം ചെയ്യുന്നത്. ഭഗവാൻ പൂജ ചെയ്യുന്ന പോലും കാമ്യകർമ്മം. തമോ ഗുണി നിഷിദ്ധമായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു, ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. അന്യർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന കർമ്മങ്ങൾ, മറ്റുള്ളവരെ ദ്രോഹിച്ച് വധിച്ച് അവൻ സുഖിക്കുന്നു, നിഷിദ്ധമായ കർമ്മങ്ങൾ ചെയ്യുന്നു. ആഹാരഭേദാഹ, ആഹാരം സത്വഗുണി അത്യന്തം ശുദ്ധമായിട്ടുള്ള ആഹാരം കഴിക്കുന്നു. എങ്ങനെ ശുദ്ധം എന്ന് തീർച്ചയാക്കുക? ഭഗവാനെ പൂജിക്കാൻ വെക്കുന്നത് ശുദ്ധം. അതാണ്. നല്ല രസമുള്ളത് ശുദ്ധം. മധുരമാണ് എല്ലാ രസങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ള രസം. അതിൽ ഭഗവാന് മധുരമാണ്.
ഉണ്ണിയപ്പം വയ്ക്കുന്നു, പാൽപ്പായസം വയ്ക്കുന്നു, ഒക്കെ മധുരമാണ്. പിന്നെ കാലം കൊണ്ട് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് മറ്റുള്ള സാധനങ്ങൾ നമ്മൾ ഇതായി ഇന്ദ്രിയ പ്രീതികരങ്ങളായ സാധനങ്ങൾ വയ്ക്കുന്നു. അത് അപ്പം രജോഗുണിയായി. ഓർമ്മ വേണം, ഇന്ദ്രിയ പ്രീതികരങ്ങളായ കാര്യങ്ങൾ, ആഹാരങ്ങൾ ആര് കഴിക്കുന്നുവോ അയാൾ രജോ ഗുണിയാണ്. ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആണ് ചെയ്യുന്നത്. ആ നാക്ക് എന്നുള്ളതായ ഇന്ദ്രിയത്തിന് എത്ര കൊടുത്താലും മതിയാവാത്ത വിധത്തിൽ അതാണ്. അതിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അയാൾ എരിവും പുളിയും ഒക്കെ ഉള്ളത് കഴിക്കും. തമോ ഗുണി അശുദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കും. കഴിയുന്നതും പഴയതാണ് അയാൾക്ക് ഇഷ്ടം. പുതിയതും പഴയതും കൂടി കൊടുത്താൽ പുതിയതിനെ അവിടെ എടുത്തു വയ്ക്കാൻ പറയും, പഴയത് കഴിക്കും. ആചാര്യന്മാർ എപ്പോഴും ഒരു തമാശ പറയാറുണ്ട്. ഈ ഭാഗത്ത് ഒരമ്മൂമ്മ ഉണ്ടായിരുന്നു. അമ്മൂമ്മ വെറ്റില മുറുക്കിക്കൊണ്ടേയിരിക്കും എപ്പോഴും. ഒരു കെട്ട് വെറ്റില ഒരു ദിവസം മുറുക്കും. അപ്പം മകൻ എന്ത് ചെയ്തു, 100 വെറ്റിലയുള്ളത് എന്നാൽ കൊണ്ടുവന്ന് കൊടുത്തു. ഇതാണ് പഴയതെടുത്താണ് ഇതാവുന്നത്. ഇത് കൊണ്ടീ കൊടുത്തതായ സമയത്ത് എടുത്തു വയ്ക്കുക അവിടെ, അത് ഇങ്ങോട്ട് ആ വാടിയും ഇങ്ങെടുത്ത. നല്ലത് കൊടുത്താലും ആ വാടിയത് അശുദ്ധമായത് മാത്രമേ ഉള്ളൂ. തലേന്നുള്ളതെല്ലാം അശുദ്ധമാണ് എന്നാണ് വെച്ചിരിക്കുന്നത്. തലേന്ന് നിന്ന് മാത്രമല്ല, 3 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അത് അശുദ്ധമായിട്ടാണ്. അതിൻ്റെ രസം പോയി. അതാണ് ഭഗവാൻ വ്യക്തമായിട്ട് പറയുന്നതാണത്. 3 മണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കി കഴിക്കണം. അതാണ്. ഞാൻ ഈ നാരായണീയത്തിലേക്ക് കടന്ന് സപ്താഹങ്ങൾ നടത്തിയതിൽ ആദ്യം ഋഷിമംഗലത്താണ് നടത്തിയത്. പിന്നെ നമ്മുടെ ദിവംഗതയായ നിർമ്മലാജിയുടെ വീട്ടിൽ നടത്തി. 3ാമത് നമ്മുടെ രാജഗോപാലവാരുടെ കൂടെ തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്കാണ് പോയത്, ഈശ്വര വാര്യർ. ആ വാര്യത്തിൻ്റെ തൊട്ടടുത്തൊരമ്പലമുണ്ട്. ആ അമ്പലത്തിലാണ് സപ്താഹം. ഞങ്ങൾ രാവിലെ ഒരു 8:30 മണിയോടുകൂടി ആഹാരം കഴിച്ച് അവിടെ പോവും. 12 മണി വരെ വായിക്കുക, പ്രഭാഷണം അങ്ങനെ നടക്കണം. 12 മണിക്ക് അവിടുന്ന് വരും. അതിനുശേഷം വീട്ടിൽ വന്നിട്ടാണ് എല്ലാ കഷ്ണം നുറുക്കലും കൂട്ടാനുണ്ടാക്കലും ചോറ് വേവിക്കലും എല്ലാം. എന്തിനു പറയണു, 12 മണി തൊട്ട് 2 മണിക്കുള്ളിൽ എല്ലാം വച്ച് ആഹാരം കഴിച്ച് പാത്രം കഴുകിയിട്ടാണ് 2 മണിക്ക് അമ്പലത്തിലേക്ക് പോവുക. രണ്ടാമത് 2 മണിക്കൂറിനുള്ളിൽ എല്ലാം കഴിയും. ആചാര്യന്മാർ 3 മണിക്കൂർ വരെ സമയം തന്നിട്ടുണ്ട്. 3 മണിക്കൂർ വരെ അത് രസമുള്ളതാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ രസം പോയി. പിന്നെ അത് ചണ്ടിയായി. ചണ്ടി അതാണ് തമോ ഗുണിക്കിഷ്ടം. അവന് നല്ലത് കൊടുത്താലും അവൻ അതാണ് ഇഷ്ടപ്പെടുന്നതെന്നർത്ഥം. അപ്പോൾ ഏറ്റവും ശുദ്ധമായിട്ടുള്ളത് അപ്പം ഉണ്ടാക്കിയതായ സാധനങ്ങൾ, ഭഗവാന് നിവേദിക്കാവുന്നതായ സാധനങ്ങൾ ശുദ്ധമായതാണ് ഇതാവേണ്ടത്. അങ്ങനെ 6 കാര്യങ്ങൾ പറഞ്ഞു. 6 എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടോ അതെല്ലാം നമുക്ക് ഇതുപോലെ സാത്വികം, രാജസം, താമസമാക്കാം. ജ്ഞാനം ശ്രദ്ധാച കർത്ത വസതിരപി സുഖം കർമ്മച ആഹാരഭേദാഃ. എന്നാലോ ത്വൽക്ഷേത്ര ത്വന്നിഷേവാദിതു, ഭഗവാന്റെ
ക്ഷേത്രത്തിൽ പോയി ഭജിക്കുന്നത്, പൂജിക്കുന്നത് ത്വന്നിഷേവ. ഏതെല്ലാം വിധത്തിൽ ഭഗവാനെ സേവിക്കാമോ അതിനാണ് നിഷേവ എന്ന് പറയുന്നത്. നിതരാം സേവ നിഷേവ. നന്നായിട്ട് ഭഗവാനെ സേവിക്കുക, നിതരാം സേവ. മൂന്നാമത്തെ ദശകത്തിൽ അത് മേൽപ്പത്തൂരെ പറയുണ്ടായി. ഭഗവാനെ ഞാനൊന്ന് തീർച്ചയാക്കി കഴിഞ്ഞു. എന്താ തീർച്ചയാക്കി? യഥാശക്തി വ്യക്തം നദിനുതി നിഷേവ വിരജയൻ. അങ്ങയെ നമസ്കരിക്കും, അങ്ങയെ സ്തുതിക്കും. നിഷേവ നിതരാം സേവ. ഏതെല്ലാം വിധത്തിൽ ഭഗവാനെ സേവിക്കാമോ ആ വിധത്തിൽ ആകും നിഷേവ. അപ്പോൾ ഭഗവത് ക്ഷേത്രത്തിൽ പോകുന്നതും ഭഗവാനെ പൂജിക്കുന്നതും എല്ലാം ത്വൽപരം തത്വ സർവം, അത് ഭഗവത് പരമായതുകൊണ്ട് നല്ലതാണ്. ഭഗവത് പരമായതുകൊണ്ട്, ഈശ്വരാർപ്പിതമായതുകൊണ്ട് അതിനെ നന്നായിട്ട് പറയുന്നു. അവിടെ ഈ 3 ഗുണങ്ങളുടെ ബന്ധമില്ല എന്ന് പറയുന്നുണ്ട്. എങ്കിലും അതാണ്, കാമ്യകർമ്മങ്ങൾ ചെയ്താൽ ആ ഗുണങ്ങൾ വരുന്നു. അതാണ് ത്വൽക്ഷേത്ര ത്വന്നിഷേവാദിദുയതിഹ പുനസ്ത്വൽപരം തത്വസർവം. എല്ലാം ഭഗവാനെ പ്രാപിക്കാനുള്ളതാണ്. അതെല്ലാം മഹാന്മാരാണ് പറയുന്നത്. വ്യാസഭഗവാൻ, വസിഷ്ഠ മഹർഷി, അഗസ്ത്യ മഹർഷി, അങ്ങനെയുള്ള ആൾക്കാർ അവർ പറയണു നൈർഗുണ്യനിഷ്ഠം. അത് ഗുണങ്ങളുള്ളതല്ല, ഗുണങ്ങളെ അതിക്രമിച്ചതാണ് നൈർഗുണ്യം എന്ന് അവർ പ്രവചിക്കുന്നുണ്ട്. ഭഗവാനെ തദനുഭജനത മക്ഷുസിദ്ധോ ഭവേയം. ഞാൻ നിരന്തരം അങ്ങനെയല്ലേ ഭഗവത്പരമായിട്ടുള്ള കാര്യങ്ങളിലല്ലേ ഏർപ്പെടുന്നത്. രാവിലെ എണീച്ച് കുളി കഴിഞ്ഞ് വന്നാൽ ഇവിടെ ഭഗവാൻ ക്ഷേത്രത്തിലിരുന്ന് ഭാഗവതത്തിനെ സംഗ്രഹിച്ച് ഓരോ ശ്ലോകവും ഭഗവാനെ നോക്കി ഭഗവാന്റെ സമ്മതത്തോടുകൂടിയാണ് ആ നാരായണീയം എഴുതിക്കൊണ്ടിരിക്കുന്നത്. തദനുഭജനത, നിരന്തരം അതിനെ തന്നെ ഞാൻ ഭജിക്കുന്നു. മക്ഷുസിദ്ധോ ഭവേയം, വേഗത്തിൽ ഞാൻ സിദ്ധനായിത്തീരണമേ. ഏതൊന്നിലും സിദ്ധി ഉണ്ട്, ഫലമാണ് സിദ്ധി. നമുക്ക് സിദ്ധി എന്താണ്? ഭഗവാനുമായി ഐക്യം. ഈ ഭഗവാനെ ഈ ജന്മത്തിൽ തന്നെ എനിക്ക് സാക്ഷാത്കരിക്കണം. എവിടെ ഇരിക്കണം ഭഗവാൻ? എൻ്റെ ഉള്ളിൽ. ആചാര്യന്മാർ എടുത്തു പറയും. എന്തെല്ലാം വസ്തുക്കൾ ഇവിടെയുണ്ടോ സകല വസ്തുക്കളുടെയും ഉള്ളിലും പുറത്തും നിറഞ്ഞിരിക്കുന്നതാണ് ഈ തത്വം, രൂപമില്ലാത്ത ഈ തത്വം. അപ്പോൾ തദനുഭജനത, ഞാൻ ആ വിധത്തിൽ അങ്ങയെക്കുറിച്ച് എന്താണോ വേദവ്യാസൻ ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിനെ ആശ്രയിച്ചുകൊണ്ട് ഭജിക്കുക, ആശ്രയിക്കുക. തദനുഭജനത, അതിനെ ആശ്രയിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ ഞാൻ പൂജിക്കുന്നു. അങ്ങനെയുള്ള എനിക്ക് മക്ഷു വേഗത്തിൽ സിദ്ധോ ഭവേയം, സിദ്ധനായിത്തീരണേ. ഇവിടെ എന്താ സിദ്ധി വേണ്ടേ? സൂക്കേട് മാറണം. അതാണ് ഭട്ടവാദമുനി വീണ്ടും വീണ്ടും അതാണ് പറയുന്നത്. എൻ്റെ സൂക്കേട് മാറ്റിത്തരണമേ. പാഹിമാം സർവരോഗൽ. അപ്പോൾ അവിടെ ഏറ്റവും വലിയ സൂക്കേട്, സംസാര സാഗരത്തിൽപ്പെട്ടത് ഒരു സൂക്കേടാണ്. അതിനെയും തരണം ചെയ്യണം. അതാണ്. അപ്പോൾ അവിടെ സിദ്ധൻ എന്ന് പറയുന്നത് ആ ആത്മപ്രാപ്തിയും ബ്രഹ്മപ്രാപ്തിയും
ചേർത്തിട്ടാണ് പറയുന്നതെന്നർത്ഥം. അപ്പോൾ ഈ വിധത്തിൽ ത്രിഗുണങ്ങളുടെ ശക്തിയെ മനസ്സിലാക്കി ആ ത്രിഗുണങ്ങൾക്ക് അടിമയാവാതെ കഴിയുന്നത്ര സാത്വികമായിട്ടുള്ളത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അവരെയാണ് നൈർഗുണ്യ നിഷ്ഠന്മാർ എന്ന് പറയുന്നത്. അവർ ഗുണങ്ങൾക്ക് അതീതരാണ്. അവർക്കുള്ള ജ്ഞാനം എന്താണ്? എല്ലാം ഭഗവന്മയം. ഇതെല്ലാം അവർക്ക് നമുക്ക് നോക്കാം. അവർ എല്ലാം ഭഗവന്മയമായി കാണുന്നു. സർവം ഭഗവന്മയം. ശ്രദ്ധ, ഭഗവാനെ മാത്രം സേവിക്കുക, വേറെ ഒന്നുമില്ല. അപ്പോൾ മറ്റുള്ള ജനങ്ങൾക്ക് ഉള്ള സേവയോ, ഭഗവാൻ ആരെയാണ് ഞാൻ സേവിക്കണേ? ഭഗവാനെ ആണ്. അപ്പോൾ ഭഗവത് സേവയിൽ മാത്രം ശ്രദ്ധ, അതാണ് നൈർഗുണ്യന്മാർക്കുള്ളത്. കർത്താവ് ഭഗവാൻ മാത്രമാണ് അയാൾക്ക് ആശ്രയം. അങ്ങ് മാത്രമാണ് ആശ്രയമായിട്ടുള്ളത്. വസതി, ഭഗവാന്റെ വാസസ്ഥാനം ഏതോ അവിടെ. കഴിയുന്നത്ര അമ്പലത്തിൽ കിടക്കാൻ ശ്രമിക്കും, പക്ഷേ സമ്മതിക്കുമോ? ഇല്ല. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ എവിടെയെങ്കിലും, വൃക്ഷങ്ങളുടെ ചുവട്ടിലോ എവിടെയെങ്കിലും കിടക്കും. അതായത് ഭഗവാൻ എവിടെ ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുന്നുവോ അതിൻ്റെ അടുത്ത്. എല്ലായിടത്തും ഭഗവാനാണ്. എങ്കിലും മറ്റ് ജനങ്ങളുമായിട്ട് ബന്ധമുണ്ടാവാതിരിക്കാൻ വേണ്ടി ഭഗവത് ക്ഷേത്രത്തിൻ്റെ അവിടെ വസിക്കുന്നു. പിന്നെയോ സുഖം, ഭഗവത്പരമായ എല്ലാ വിഷയങ്ങളിലും സുഖം. ബാക്കിയുള്ള വിഷയങ്ങൾ എന്തൊക്കെയുണ്ടോ, ആഹാരാദി വിഷയങ്ങൾ പോലും, ആഹാരാദി വിഷയങ്ങളിൽ പോലും തൻ്റെ ഈ ശരീരത്തിനെ നിലനിർത്താൻ വേണ്ടിയുള്ള ആഹാരം കഴിക്കുക, അല്ലാതെ കണ്ട് വലുതായ ശ്രദ്ധയില്ല. കർമ്മം, വലിയൊരു കർമ്മം, ഭഗവാനെ സേവിക്കുന്ന കർമ്മം. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരം ചെയ്യണു, ഭഗവാനെയാണ് സേവിക്കുന്നത്. ഭഗവത് സേവയാണ്. ആഹാരം കഴിയുന്നതും ഭഗവാനെ നിവേദിച്ച് കിട്ടിയിരിക്കുന്നതായ ആ പ്രസാദം, അതിനെയാണ്. പല ആൾക്കാരും അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല മിക്ക കൂട്ടർക്കും. പണ്ടുള്ളവർ ആ അമ്പലത്തിൽ നിന്ന് കിട്ടുന്നതായ ആ ചോറ്, അത് മാത്രമാണ് അവർ കഴിച്ചിരുന്നത്. അവിടെ സേവ ചെയ്തിരുന്നവർ. അപ്പോൾ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്? ത്രിഗുണങ്ങളുടെ ശക്തിയെ ജയിക്കണം നമ്മൾ. അതിൽ ജയിക്കാനുള്ള ഒരേ ഒരു മാർഗം രജഗുണത്തിനെയും തമോഗുണത്തിനെയും തള്ളി എത്രത്തോളം സത്വഗുണം വർദ്ധിപ്പിക്കാമോ വർദ്ധിപ്പിക്കുക. അങ്ങനെ ക്രമേണ ആ സത്വഗുണത്തിനെയും തള്ളി നൈർഗുണ്യാവസ്ഥയിൽ പ്രാഹുർ നൈർഗുണ്യനിഷ്ഠം, അമ്പലത്തിൽ പോകുന്നത്, ഈ വിധത്തിൽ അമ്പലത്തിലെ ആ പ്രസാദം മാത്രം കഴിക്കുന്നത് ഒക്കെ നൈർഗുണ്യനിഷ്ഠമാണ്, നിർഗുണത്തിൽ അധിഷ്ഠിതമാണെന്നർത്ഥം. അങ്ങനെ ജീവിതത്തിനെ ധന്യമാക്കണം.